ഓട്ടുപാറ കലയിൽ വൻ ഡിസ്കൗണ്ട് മേള. 1000 രൂപ വിലയുള്ള ഫാൻസി സാരികൾ 200 രൂപ മുതൽ, 1500 രൂപ വിലയുള്ള ചുരിദാറുകൾ 250-300 രൂപയ്ക്ക്. വരൂ കലയിലേക്ക്, സ്വന്തമാക്കൂ അടിപൊളി ഓഫറുകൾ. കല ടെക്സ്റ്റൈൽസ് ഓട്ടുപാറ. കോൺടാക്ട് 0484423652. പഴയന്നൂർ സ്കൂൾ കോമ്പൗണ്ടിൽ പന്നിപ്പടക്കത്തിൽ ചവിട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റ സംഭവത്തിൽ 5 പേരെ പഴയന്നൂർ പോലീസ് പിടികൂടി. കൂടുതൽ പേർക്ക് സംഭവത്തിൽ പങ്കുണ്ടെന്ന് പോലീസ്. തൃശൂർ ജില്ലാ പോലീസ് മേധാവി ആർ ഇളങ്കോ IPSന്റെ നിർദ്ദേശാനുസരണമാണ് പഴയന്നൂർ CI KA മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കാട്ടുപന്നികളെ നിരന്തരമായി സ്ഫോടക വസ്തു ഉപയോഗിച്ച് കൊന്ന് ഇറച്ചിയാക്കി വിൽപ്പന നടത്തുന്ന 5 അംഗ സംഘത്തെ പിടികൂടിയത്. കിലോയ്ക്ക് 300 മുതൽ 400 വരെ ആവശ്യക്കാരിൽ നിന്നും ഈടാക്കിയാണ് വിൽപ്പന നടത്തിയിരുന്നത് എന്നും ഈ പണം ആർഭാട ജീവിതം നയിക്കുവാനായി അന്യ സംസ്ഥാനങ്ങളിലും മറ്റും സഞ്ചരിക്കുക പതിവായിരുന്നുവെന്നും പോലീസ് പറയുന്നു. 2 ദിവസം മുൻപ് പഴയന്നൂർ സ്കൂൾ കോമ്പൗണ്ടിൽ പന്നിപ്പടക്കം ചവിട്ടി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റിരുന്നു. ഇനി നിരവധി പേർ പിടിയിലാകുവാനുണ്ടെന്നും പോലീസ് അറിയിച്ചു. പാലക്കാട് മങ്കര സ്വദേശി 37 വയസ്സുള്ള രാജേഷ്, തിരുവില്ലാമല പാലക്കപ്പറമ്പ് സ്വദേശി 47 വയസ്സുള്ള പ്രകാശൻ, മുണ്ടൂർ സ്വദേശിയായ 53 വയസ്സുള്ള മോനു എന്ന റഷീദ് ഖാൻ, തിരുവില്ലാമല കുത്താമ്പുള്ളി സ്വദേശി 39 വയസ്സുള്ള പെരുമാൾ, പഴയ ലക്കിടി സ്വദേശിയായ 40 വയസ്സുള്ള സനീഷ് എന്നിവരെയാണ് പോലീസ് പിടികൂടിയത്. പെരുമാളുടെ വീട്ടിൽ നിന്നും പാചകം ചെയ്ത 2 കിലോയുള്ള കാട്ടുപന്നി ഇറച്ചിയും ലഭിച്ചിട്ടുണ്ട്. പെരുമാളുടെ വീട്ടിൽ നിന്നും പാചകം ചെയ്ത 2 കിലോ വരുന്ന കാട്ടുപന്നി ഇറച്ചിയും ലഭിച്ചിട്ടുണ്ട്. പഴയന്നൂർ CI KA മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ SI MV പൗലോസ്, ഗ്രേഡ് SI മാരായ KR പ്രദീപ് കുമാർ, KV സുരേന്ദ്രൻ, ASI അജിത് കുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ M ശിവകുമാർ, V വിപിൻ, P പ്രജിത്ത്, സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥനായ KV നൌഫൽ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇവിടെ കുട്ടികള് പന്താണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഒരു ബോൾ പോലത്തെ ഒരു സാധനം അവർ തട്ടിക്കളയുന്നു. അത് അങ്ങോട്ടും കൊണ്ട് അവർ എറിഞ്ഞ് കളിച്ചു. അതിനുശേഷം ഒരു പയ്യൻ +1 പഠിക്കുന്ന ഒരു വിഷ്ണു എന്നൊരു പയ്യൻ അത് ചവിട്ടി പിടിച്ചു. ഈ പ്രഷർ ചെന്നപ്പോഴാണ് അതങ്ങ് പൊട്ടിത്തെറിക്കുന്നത്. അപ്പോഴാണത് പന്നിപ്പടക്കമാണെന്ന് ആളുകൾക്ക് മനസ്സിലാവുന്നത്. ഉച്ചക്ക് ഒരു 1:30ക്കാണ് പൊട്ടിത്തെറിച്ചത്. വളരെ ഭാഗ്യം കൊണ്ടാണ് ആ കുട്ടിയുടെ ജീവൻ രക്ഷപ്പെട്ടത്. അയാളെ ചെരുപ്പ് പിളർന്നു. അതുകൊണ്ട് ക്ഷതം മുകളിലേക്ക് വന്നില്ല. അപ്പൊ അങ്ങനെ ഈ സ്കൂളിൽ നടന്ന സംഭവത്തോടുകൂടി നമ്മളിതിന്റെ അന്വേഷണം ശക്തിപ്പെടുത്തുകയും അതിന്റെ ഫലമായിട്ട് ഇതില് പ്രകാശൻ, രാജേഷ് എന്നിങ്ങനെ 2 പേര് നമ്മൾ കസ്റ്റഡിയിലെത്തുകയും അവര് കൂടുതൽ ചോദ്യം ചെയ്തപ്പോൾ പാലക്കാട് സ്വദേശിയായ മോനു എന്നൊരാളിലേക്ക് അന്വേഷണം നടത്തി. അങ്ങനെ നമ്മൾ ഇന്നലെ പാലക്കാട് കഞ്ചിക്കോട് ഭാഗങ്ങളിൽ പോയി അന്വേഷണം നടത്തി രഹസ്യമായി തന്നെ അയാളെ കസ്റ്റഡിയിലെടുത്തു. അയാളിൽ നിന്ന് കിട്ടിയ വിവരമനുസരിച്ച് പെരുമാള്, സനീഷ് എന്നിങ്ങനെ വിവരം മറിച്ചു. ഇതിൽ സനീഷ് ഒറ്റപ്പാലം സ്റ്റേഷനിലെ കാപ്പ പ്രതി കൂടിയാണ്. അങ്ങനെ ഇവരെ ഷാർപ്പായിട്ട് അന്വേഷണം നടത്തുകയും അതിന്റെ ഫലമായിട്ട് നമുക്ക് പന്നിപ്പടക്കം 1-2 സ്ഥലങ്ങളിൽ നിന്ന്, അതെവിടെയൊക്കെയാണെന്ന് ഞാനിപ്പോൾ അന്വേഷണത്തിന്റെ ഭാഗം സീക്രട്ടായെന്നും പറഞ്ഞില്ല, വേറെ സ്ഥലം നമ്മളത് കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട നേട്ടം എന്ന് പറയാൻ, ഇതോടുകൂടി ഒരുപക്ഷെ ഈ പ്രദേശത്തെ പന്നി പടക്കത്തിന്റെ ഇത് കുറയാൻ സാധ്യതയുണ്ട്. ഇനിയും ഒരു 3-4 പ്രതികളെ ഇതിൽ അറസ്റ്റ് ചെയ്യാനുണ്ട്. PCV ന്യൂസ്, പഴയന്നൂർ. You are watching VCV News.